ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ ഈശോതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവിനേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് ഏൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ് 107-ാം സങ്കീർത്തനം 17-ാം തിരുവചനം. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലരെല്ലാം രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പാപം നമ്മെ വേട്ടയാടുമെന്നാണ് സംഖ്യയുടെ പുസ്തകം 32:23. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, നമ്മുടെ പാപം നമ്മെ വേട്ടയാടുമെന്ന് ബൈബിളിൽ ഉടനീളം ബൈബിൾ മൊത്തത്തിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് നമ്മുടെ പാപം നമ്മെ വേട്ടയാടും, പാപത്തിന് ശിക്ഷയുണ്ട് എന്ന ആശയം. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. നമുക്ക് ഈ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു, നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരങ്ങളെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉണ്ടോ, പാപികളെ ദൗർഭാഗ്യം ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായം 22-ാം തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് വചനം എഴുതി വച്ചിരിക്കുന്നത്. ദുഷ്ടന്മാർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 14-ാം തിരുവചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റു പറയാം. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവരും തന്നിഷ്ടത്തിൽ മുറുകെ പിടിച്ച് ബാൽദേവന്റെ പിറകെ നടന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം തീറ്റിക്കുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, തന്നിഷ്ടത്തിൽ മുറുകെ പിടിച്ച് നമ്മിൽ പലരും ബാൽദേവന്റെ പുറകെ പോവുകയാണ്. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ഓരോരുത്തരും തന്നിഷ്ടത്തിൽ മുറുകെ പിടിച്ച് പോകുമ്പോൾ കർത്താവ് പറയാം, ഞാൻ നിന്നെ കാഞ്ഞിരം തീറ്റിപ്പിക്കുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും. ഓർക്കുകയാണ്, ഒരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ അടുത്ത് ഒരു വ്യക്തി കടന്നു വരികയാണ്. ഒരു 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം വന്നത്, അദ്ദേഹത്തിൻ്റെ അപ്പൻ ഒരു ബാങ്ക് ജീവനക്കാരനാണ്. അദ്ദേഹം സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ്. അങ്ങനെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ മകൻ വന്നപ്പോൾ, ഈ അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ഈ സർപ്പാരാധനയ്ക്ക് പോയതായിട്ട് ഈശോ വെളിപ്പെടുത്തുകയാണ്.
ഒരു സ്ഥലപ്പേര് ഈശോ വെളിപ്പെടുത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്താണ്. ആ സ്ഥലം ഈ സർപ്പാരാധനയ്ക്ക് വളരെ ഫേമസ് ആയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, അച്ഛാ ഞാനത് അച്ഛനോട് ഷെയർ ചെയ്യാൻ വരികയായിരുന്നു. എൻ്റെ അപ്പൻ 2 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ ഇങ്ങനെ പലരും ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ സർപ്പാരാധനയ്ക്ക് പോകുന്നത് വളരെ നല്ലതാണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് മാറുമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സത്യക്രിസ്ത്യാനികളാണ്, ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, പോകേണ്ട ആവശ്യമില്ല, ഇവിടെ നിങ്ങൾ ഓൺലൈനിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ പറഞ്ഞു തരും. അത് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക സമൃദ്ധി വരും. അതനുസരിച്ച് ഞങ്ങൾ ഓൺലൈനായിട്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു 10,000 രൂപ അയച്ചു തന്നാൽ ഞങ്ങളൊരു പാമ്പിനെ അയച്ചു തരാം. പാമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ ഒരു രൂപം അവർ അയച്ചു തരും. അത് നിങ്ങളുടെ ഇന്ന ഒരു പ്രധാനപ്പെട്ട പള്ളിയുടെ പേര് പറഞ്ഞാൽ ആ പള്ളിയുടെ നേർച്ചപ്പെട്ടിയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക കടബാധ്യതയെല്ലാം മാറും. അങ്ങനെ ഒരു 10,000 രൂപ അയച്ചു കൊടുത്തു. അവർ പാമ്പിനെ അയച്ചു കൊടുത്തു. ആ പാമ്പിൻ്റെ രൂപം ഒത്തുരൂപം കൊണ്ടുപോയിട്ട് അവർ ഏതൊരു നേർച്ചപ്പെട്ടിയിൽ ഏത് പള്ളിയിൽ കൊണ്ടുവന്നിട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സാമ്പത്തിക ക്രൈസിസ് മാറിയോ? ആ സഹോദരൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ നോക്കിയാൽ അദ്ദേഹം സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പിന്നീട് അദ്ദേഹം മരിച്ചു. രോഗിയായ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ മകൻ വന്നപ്പോൾ ആ രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കാണിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ രോഗം വരാൻ കാരണമായി തീർന്നു എന്ന് കർത്താവിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പാപത്തിൻ്റെ മേഖല, 1-ാം പ്രമാണ ലംഘനം, ശക്തമായ 1-ാം പ്രമാണ ലംഘനം കർത്താവ് കാണിക്കുകയാണ്. അപ്പം ഇങ്ങനെ വ്യഭിചാരം, വലിയ വലിയ പാപങ്ങളൊക്കെ ചെയ്ത് ആ പാപം നമ്മെ രോഗത്തിലേക്ക് നയിക്കുന്നുള്ളത് ബൈബിൾ അടിസ്ഥാനമാണ്. അത് നമ്മുടെ ഈ വരങ്ങൾ ഉപയോഗിച്ചുള്ള കൗൺസിലിംഗ് ശുശ്രൂഷ സമയത്ത് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരുന്നൊരു സത്യമാണ്. ഈ രോഗത്തിൻ്റെ പിമ്പിൽ മിക്കപ്പോഴും ഒരു പാപത്തിൻ്റെ മേഖല കിടക്കുന്നതായിട്ട് പലപ്പോഴും കാണിക്കാറുണ്ട്. അതുകൊണ്ട് പാപം നമ്മെ രോഗത്തിലേക്ക് നയിക്കുമെന്ന ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കട്ടെ. പാപത്തിന് വലിയ ശിക്ഷയുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഈ വചനഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലെ ഏതാനും വചനങ്ങൾ വായിച്ചുകൊണ്ട് ഈ ഒരു ബോധ്യം നമുക്ക് ലഭിക്കാനും ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വചനം ഏറ്റു പറയാം. എല്ലാവരും ഏറ്റു പറയുന്നു. സമ്പത്തിൽ ആശ്രയിക്കരുത്, എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും. തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത്. കർത്താവിന്റെ കോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ എന്ന് നീട്ടിവെക്കരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മൾ ഏറ്റുപറഞ്ഞ വചനങ്ങളുടെയൊക്കെ അഭിഷേകം നിറയട്ടെ. പാപത്തിന് ശിക്ഷയുണ്ടെന്നുള്ള ബോധ്യം നിറയട്ടെ. ദൈവഭയം നിറയട്ടെ. ദൈവഭക്തി നിറയട്ടെ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് നിങ്ങൾ ചിലരൊക്കെ രോഗികളായി തീർന്നു. പാപത്തെ പറ്റി അനുതാപത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അനുദപിക്കുന്ന പാപികളെ രക്ഷിക്കുന്ന ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കരുണയായിരിക്കണേ കർത്താവേ, കരുണയായിരിക്കണേ. ഹല്ലേലൂയ. പാപം വിട്ടുപേക്ഷിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. പാപത്തെ വെറുതുപേക്ഷിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു. ഈ വചനങ്ങളുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ദൈവഭയത്തോടെ ജീവിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. പാപത്തെ വെറുതുപേക്ഷിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കി കരങ്ങളടിച്ച് തിരുക്കരത്താൽ
താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കരമുയർത്തടിച്ചു പാടിയേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകൂ. ഇരുകരമൊക്കെ ശ്രദ്ധിച്ച് ഹാലുലിയ ഹാലുലിയ പറഞ്ഞ എല്ലാവരും ശക്തമായി ശ്രദ്ധിച്ച് ഹാലുലിയ 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 ശബ്ദമുയർത്തി ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവം, അമലാത്മാവ് പറയുമേ. മാലാഖമാരും മുഖ്യ ദൂതന്മാരുടെ സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഇറങ്ങണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്രദനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശദീകരിക്കണേ, രൂപാന്തരപ്പെടെ തിരത്തത കഴിയണമേ. സകല ശൂദ്രം, മന്ത്രവാദ, ആഭിചാര, കൂടോത്രം, വിശുദോഷം, പൈശാചി, അക്കപ്പീഠങ്ങൾ, ബാധകളും കൈവശങ്ങളും ദൂരെയാക്കണമേ. പാപകരമായ സകല അസൂയ, ചതിയും വചനങ്ങൾ നീക്കുന്നത് വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാവിന്റെ സത്യയിലെയും മധ്യസ്ഥാനം മികാർ അപായ ഗബ്രിയേൽ മാലാഖമാരുടെ ശക്തമായ സാന്താ സംരക്ഷിച്ചാലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലെ വ്യക്തിജീവിത സമുദ്രത്തിലെ എല്ലാ തിരുമകളും വെള്ളത്തിലോ ആയിലൂടെ വസ്തുക്കളോ ഭക്ഷണമോ കടന്നു വന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാഥമികമോ പൈശാചികമായ സകല ബന്ധനങ്ങളും അതായത് 4:10 ലുക്ക 4:2 മർക്കോസ് 16:5 ഉദ്യോഗം 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രൻ വന്നീ വളരെ സത്യ സകലവിധ പ്രകൃതിശോഭം ഇടിവിന്റെ ഇടിവിട്ട് നാശനഷ്ടങ്ങൾ വെറുപ്പ് ഉദ്ദേശം വാശി വൈരാഗ്യം തർക്കം കലഹങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജഡിയാ ദ്രവ്യാസ് ഗോപാസ് ഭക്ഷണാസക്തി സ്വയംഭോഗം സ്വർഗ്ഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വിഭിചാര ദുർബോധം അഹങ്കാരം അസൂയ അലസം മോഹം കോപം മതി യുവാതരസം ജോലിരസം വിൽപ്പനാസം യാത്രാരസം മരണരസം കോടതിയിൽ സാമ്പത്തികളുണ്ട് കണ്ണു മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരേന്ദ്രിയങ്ങൾ ബാഹ്യേന്ദ്രിയം ചെറുതും രോഗപ്പെടുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം ഒറ്റപ്പോഴം ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സുധിച്ച് പ്രാർത്ഥിക്കും മരണം വായിക്കും ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ അതിന് പിന്നെ പ്രതി പൈശാചി അരിവിൻ അന്ധകാര സത്യം സാധാരണ സത്യം ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശുനാഥിനെ ബന്ധിക്കുന്നു, യേശുനാഥ് ബഹിഷ്കരിക്കുന്നു, ശരവിശനെ അട്ടിമാരിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ ബഹിഷ് വന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ആലുലിയ 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 ശിരിരി എല്ലാവരും ശക്തമായി ശ്രദ്ധിച്ച് കരങ്ങളടിച്ചുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് വലിയ തിരുരത്നത്തിന് അഭിഷേകം ലഭിക്കട്ടെ. പാപമെല്ലാം മാറിടട്ടെ, അശുദ്ധിയെല്ലാം നീങ്ങിടട്ടെ. പാപമെല്ലാം മാറിടട്ടെ, അശുദ്ധിയെല്ലാം നീങ്ങിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കരങ്ങൾ ഉയർത്തിടിച്ച്. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി സ്തുതിച്ച് രോഗികളായ മക്കൾ രോഗശാന്തിക്ക് വേണ്ടി സ്തുതിക്കുന്നു. ബന്ധുക്കൾക്ക് മോചനം, അന്തർക്ക് കാഴ്ച, അടിച്ചവർക്ക് സ്വാതന്ത്ര്യം യേശുനാമത്തിൽ ലഭിക്കട്ടെ. ശിരിരി ഞങ്ങൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. വചനം വായിക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോട്ടെ. വചനത്തിന്റെ ശക്തി ബോധ്യപ്പെടട്ടെ. ആലുലി 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 ആലുലിയ കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോട്ടെ. ശരി പിശാചിന്റെ ശല്യപ്പെടുത്തൽ വിട്ടുപോട്ടെ. ശിരിരി പാപജീവിതം അവസാനിപ്പിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. പാപത്തെ ഭയപ്പെടാനുള്ള കൃപ ലഭിക്കട്ടെ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് നിങ്ങൾ ചിലരൊക്കെ രോഗികളായി തീർന്നു. ശിരിരി രോഗികളായ മക്കളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അനുതാപത്തോടെ പ്രാർത്ഥിക്കുക. തെറ്റിപ്പോയി ഈശോയെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഉപസാരിച്ച് പ്രാർത്ഥിക്കുക. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. എളുപ്പപ്പെട്ട് പ്രാർത്ഥിക്കുക. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ശിരിരി എല്ലാവരും രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആലുലി 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 ആലുലിയ ദുശീലങ്ങൾ അവസാനിക്കട്ടെ. ബന്ധങ്ങൾ കെട്ടുകൾ അഴിയട്ടെ. ഒന്നാം പ്രമാണത്തിലും ലംഘനത്തിലൂടെ കടന്ന തിന്മയിൽ അരുവി വിട്ടുപോട്ടെ. ആലുലി 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 ആലുലിയ എല്ലാവരും ശ്രദ്ധിച്ച് അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറഞ്ഞ ആലുലി 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 ആലുലിയ ആലുലി 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 ആലുലിയ
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമായ സ്വസ്ഥാനം തിരുന്നുകൊണ്ട് ഇരുകരങ്ങളെ യാചനാപുരം പിടിച്ചുകൊണ്ട് ശക്തമായി കണ്ണുകൾ അടച്ചോ, അല്ലെങ്കിൽ ദിവ്യകാനത്തിലേക്ക് നോക്കിക്കൊണ്ടോ ശക്തമായി സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിക്കുക. രഹസ്യ പാപങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അനുതാപത്തോടെ സ്തുതിക്കുക. ഇനി ആ പാപം ഞാൻ ചെയ്യില്ലെന്ന് തീരുമാനം എടുത്തുകൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ വിഷയം കർത്താവ് ഈ സമൂഹത്തിലേക്ക് വർഷിക്കുന്നതായിട്ട് വ്യക്തമായിട്ട് സന്ദേശം തരികയാണ്. ഹല്ലേലൂയ. നടുവേദനയുള്ളവർ പ്രാർത്ഥിക്കുന്ന നടുവേദന ഈശോ സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട്. വർക്ക് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിസ സ്ഥിരമായിട്ട് കിട്ടാനായിട്ട് വർക്ക് വിസ അത് ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ആ തടസ്സങ്ങൾ മാറ്റി വർക്ക് വിസ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അൽഫോൺസ് എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വലിയ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുറേ വ്യക്തികളിൽ അവരുടെ കുടുംബങ്ങളിൽ പല തടസ്സങ്ങളും വിട്ടുപോയി അങ്ങനെ വലിയ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് വ്യക്തമായ സന്ദേശം തരികയാണ്. പേൻ ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വിരശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. അങ്ങനെ പലവിധ പാമ്പ് ശല്യം, എലിശല്യം, മൂട്ടശല്യം ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. അങ്ങനെ ശല്യങ്ങൾ കർത്താവ്, അങ്ങനെയുള്ള ചില അസ്വസ്ഥതകൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വലിയ തിരുരക്തത്തിൻ്റെ അഭിഷേകം കർത്താവ് ഈ കൊച്ചു ശുശ്രൂഷയിൽ വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മൂത്രത്തിൽ കല്ലുള്ളവർ പ്രാർത്ഥിക്കുക. മൂത്രത്തിൽ കല്ല് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. യെശയ്യാ 55:6 വചനം കർത്താവ് ശക്തമായി തരുന്നുണ്ട്. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവേൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവേൻ. ഇനി വചനം കർത്താവ് സന്ദേശമായി തരുന്നുണ്ട്. വേരിക്കോസുള്ളവർ പ്രാർത്ഥിച്ച സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ചുണങ്ങളുള്ളവർ പ്രാർത്ഥിക്കുക, സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പാണ്ഡുരോഗമുള്ളവർ പ്രാർത്ഥിച്ചോ, പാണ്ഡുരോഗികളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. പീരീഡ് സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിച്ചോ, കർത്താവ് ഇടപെടുന്നുണ്ട്, സൗഖ്യം തരുന്നുണ്ട്. സോറിയാസിസ് ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സന്ധിവേദന, ബോഡി പെയിൻ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ത്വക്ക് രോഗികൾ പ്രാർത്ഥിച്ചോ, ത്വക്ക് രോഗങ്ങൾ പലർക്കും ആ മേഖലയിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കാൽപാദം വിണ്ട് കീറിയിട്ടുള്ള അസ്വസ്ഥതയുള്ളവർ പ്രാർത്ഥിച്ചോ, സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സൈനസൈറ്റിസ് ഉള്ളവർ പ്രാർത്ഥിക്കുക, ഈശോ സൗഖ്യം തരുന്നുണ്ട്. സൈനസൈറ്റിസ് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൊച്ചുകുട്ടികളുടെ രോഗപീഠകൾ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് ഇങ്ങനെയുള്ള കുട്ടികളുടെ രോഗപീഠകൾ കർത്താവ് പലർക്കും സൗഖ്യം കൊടുക്കുന്നതായിട്ട് വ്യക്തമായി സന്ദേശം തരികയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം കർത്താവ് ഈ സമൂഹത്തിൽ കാണിക്കുക. എത്രയും ദയുള്ള മാതാവേ, ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഈശോ കാണിക്കുക. 13 പ്രാവശ്യം എല്ലാ ദിവസവും എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചോ, ഒരുപാട് അനുഗ്രഹം പ്രാർത്ഥന വഴി നമുക്ക് ലഭിക്കുമെന്ന് ഈശോ വെളിപ്പെടുത്തുക. പേടിക്കേണ്ടെന്ന് കർത്താവ് സന്ദേശം ചെയ്യുക. ആരോ ഭയങ്കര പേടിയോടെ ഈ ശുശ്രൂഷ പങ്കെടുക്കുക. പല പരീക്ഷ ഭയമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി, രോഗത്തെ പറ്റിയുള്ള, മരണത്തെ പറ്റിയുള്ള പേടിയായിരിക്കാം. ചിലവർ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും കാര്യത്തെ പറ്റിയുള്ള പേടി, ഭയങ്കര പേടി, ഭയം, അങ്ങനെ ആകുലതയോടെയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ആ വ്യക്തിയോട് ഈശോ പറയും, പേടിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ശക്തമായിട്ട് ഇടപെടുമെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. പൊടിയുടെ അലർജി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എന്നും ഹോസ്പിറ്റലിൽ കയറേണ്ട അവസ്ഥയാണ്. എന്നും എന്ന പോലെ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ. അങ്ങനെയുള്ള വ്യക്തികൾ പ്രാർത്ഥിച്ചോ, ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വാഹനം ഓടിക്കാനുള്ള പേടി കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വാഹനം ഓടിക്കാൻ പേടിയുള്ളവർ പ്രാർത്ഥിക്കുക. പല്ലുവേദനയുള്ള മക്കൾ പ്രാർത്ഥിച്ചോ, സൗഖ്യം തരുന്നുണ്ട്. ജോസഫ് എന്ന മകൻ്റെ പല്ലുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മൂർഖം പാമ്പിൻ്റെ കടിയേറ്റ് ചികിത്സയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. മെനഞ്ചൈറ്റിസ് രോഗാവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ചാലക്കുടി ഭാഗത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ഒരു അധ്യാപികയുടെ യൂറിനറി ഇൻഫെക്ഷൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ കട നടത്തുന്ന ഒരു വ്യക്തിയോട് ദശാംശം കൊടുക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. ഗർഭിണിയായ ഒരു മകളുടെ അതിശക്തമായ ഗ്യാസ് ട്രബിളിൻ്റെ ബുദ്ധിമുട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മാസങ്ങളായിട്ടും പീരീഡ്സ് ആകാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മകളോട് ശരീരത്തിലെ ചരട് പൊട്ടിച്ച് കളയാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. ഒരു മകളുടെ ആസ്മ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് സന്ദേശം തരുന്നു. ഒരു പാരമ്പര്യമായിട്ട് വരുന്നതാണ് ആസ്മ, കർത്താവ് സൗഖ്യം തരുന്നുണ്ട്. അലർജി മൂലമുള്ള തുമ്മൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. താരൻ്റെ ശല്യം മൂലം തലയിൽ എപ്പോഴും ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന വ്യക്തിയോട് വെഞ്ചരിച്ച ഒരുപോലെ പുരട്ടി പ്രാർത്ഥിക്കാൻ സന്ദേശം നൽകുകയാണ്. വലിയ ഭയത്തോടെ എൻഡോസ്കോപ്പി ചെയ്യാൻ ഒരുങ്ങുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ഒരു ഭവനത്തിൽ നിന്ന് വവ്വാൽ ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. പോൾ എന്ന സഹോദരൻ്റെ ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ട് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എപ്പോഴും ടോൺസിലൈറ്റിസ് വരുന്ന ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ വായ്നാറ്റം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ചിപ്പി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിഗ്രഹാരാധന നടത്തുന്ന ചില മക്കളെ കർത്താവ് കാണിക്കുക. ആ മക്കളോട് നന്നായി അനുദപിച്ച് കുമ്പസാരിക്കാൻ ഈശോ പറയുന്നു. ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ലിവർ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ മുടി നരച്ച് വലിയ ദുഃഖത്തിലായിരിക്കുന്ന ഒരു മകളോട് വെഞ്ചരിച്ച ഒലിവോയിൽ തലയിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. തിമിരത്തിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന, കണ്ണിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ കർത്താവ് സ്പർശിക്കുന്നു. ഗ്രേസി എന്ന മകളുടെ ഹൃദയഭാരം കർത്താവ് ഏറ്റെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു അധ്യാപികയുടെ ശമ്പള തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തൃപ്പൂണിത്തറ ഭാഗത്തു നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭവനത്തിൽ നിന്നും വലിയ എട്ടുകാലിയുടെ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു.
ഡെലീനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സംസാരിക്കുമ്പോൾ വിക്കൽ വരുന്നൊരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു വീട്ടിൽ നിന്ന് മൂർക്കം പാമ്പിൻ്റെ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. കിടപ്പ് രോഗിയായ ഒരു സിസ്റ്ററിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പൊടിയുടെ അലർജിയുള്ള മഞ്ജു എന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു മകൻ്റെ ബ്രെയിൻ ട്യൂമർ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഉറക്കക്കുറവുള്ള 4 പേർക്ക് ഉറക്കം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നഴ്സായി ജോലി ചെയ്യുന്നൊരു മകളുടെ പീരീഡ് സംബന്ധമായ വേദന കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. തൈറോയിഡിന് ഓപ്പറേഷൻ വന്നിരിക്കുന്ന ഒരു സഹോദരിക്ക് ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. LKG പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഛർദി കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. 3.5 ഏക്കർ സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു കോടതി കേസിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കർത്താവ് ശക്തമായി സന്ദേശം തരികയാണ്. ശക്തമായി സ്തുതിച്ചേൻ. ഹാലലിയ 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 പറഞ്ഞ് സ്തുതിച്ചേൻ. ഹാലലിയ 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 ഷിയാ റിയ 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 ചിരി രി 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 ഹാലലിയ 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 ഹാലലിയ. എൻ്റെ പേര് ജിത്തു എന്നാണ്. ഞാൻ ഇരിഞ്ഞാലോട് ഇടവക ഡോളേഴ്സ് ചർച്ചിൽ നിന്നാണ് വരുന്നത്, താണിശ്ശേരി. ഞാൻ മാൾട്ടയിൽ 2 വർഷമായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞൊരു 3 മാസം മുന്നേ എനിക്ക് വയറിൻ്റെ സൈഡിൽ വേദന അനുഭവപ്പെടുകയും അതിനോടനുബന്ധിച്ച് ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുകയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേദന കുറയാതെ ആയപ്പോൾ ഞാൻ നാട്ടിലേക്ക് മെഡിക്കൽ എമർജൻസി ലീവ് എടുത്ത് വരികയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഇവിടെ ഡോക്ടറെ കണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഇപ്പോൾ റിസൾട്ടിൽ എൻ്റെ വൻകുടലിൽ തൊലി പോവുകയും വൻകുടലിൽ നീർക്കെട്ടും ഉണ്ടായിരുന്നു. പിന്നെ ആമാശയത്തിൽ ചെറിയൊരു കഫക്കെട്ട് പോലെ കണ്ടിട്ട് അതിൻ്റെ ടെസ്റ്റിന് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ 10 ദിവസം കഴിഞ്ഞിട്ട് ബയോപ്സി റിസൾട്ട് വരുമ്പോൾ ഡോക്ടർ ഒന്നുകൂടി വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഞാൻ ബയോപ്സി റിസൾട്ട് വന്നിട്ട് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ചില സമയത്ത് എനിക്ക് വയറിന് ഭയങ്കര ശക്തമായ വേദനയായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ആമാശയത്തിൽ നീർക്കെട്ടുണ്ട്, പിന്നെ ഹെർണിയയുടെ ചെറിയൊരു സാധ്യത കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങൾ വീണ്ടും ഒരു സർജനെ പോയി കാണുകയും അപ്പോൾ ആൾ സ്കാനിങ്ങിന് എഴുതുകയും ചെയ്തു. അങ്ങനെ പോയി സ്കാൻ ചെയ്തപ്പോൾ ഹെർണിയയുടെ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ കുടലിന് പുറത്ത് ഇൻഫെക്ഷൻ ആവുകയും പോളങ്ങൾ വന്ന് വേദന കൂടുകയും ഉണ്ടായി. തുടർന്ന് തന്നെ ഒരാഴ്ചയോളം ഡോക്ടർ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് യൂറിക് ആസിഡ് ഭയങ്കര കൂടുതലായിരുന്നു. അതിനെ തുടർന്ന് എനിക്ക് ഭയങ്കര മേലുവേദനയും കാലുമ്മ നീരൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ആൻറ്റി എന്നെ അവിടെ വന്ന് കാണാൻ ഇടയാകുകയുണ്ടായി. ആൻറ്റി കഴിഞ്ഞ ധ്യാനത്തിൽ കടലുണ്ടിയിൽ വന്ന് ധ്യാനം കൂടുകയും വളരെ വലിയൊരു സൗഖ്യം ലഭിക്കുകയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആൻറ്റിയാണ് എന്നോട് പറഞ്ഞത്, നീ കടലുണ്ടി ധ്യാന കേന്ദ്രത്തിൽ പോവുക, നീ അവിടെ ചെന്ന് കാല് കുത്തുന്ന സമയം തന്നെ നിനക്ക് രോഗം മാറിക്കിട്ടുമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ 16-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവുകയും 18-ാം തീയതിയാണ് ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ഞായറാഴ്ച അച്ഛൻ ഇവിടെ ആരാധന സമയത്ത് വിളിച്ചു പറഞ്ഞു, ഉദരസംബന്ധമായ അസുഖമുള്ള എന്തു ഭക്ഷണം കഴിച്ചാലും വയറിന് വേദന വരുന്ന ഒരു വ്യക്തിയെ ദൈവം സുഖപ്പെടുത്തുന്നു എന്ന് ഇവിടെ അച്ഛൻ പറയുകയുണ്ടായി. എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ 1 മാസത്തോളമായിട്ട് ഞാൻ പൊടിയരിക്കഞ്ഞി മാത്രമാണ് കുടിച്ചിരുന്നത്. വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ വയറുവേദന വരും. വയറുവേദന തുടങ്ങിയ പിന്നെ എനിക്ക് അപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകണം. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ചത് തീരുന്നത് വരെ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. തുടർന്ന് തിങ്കളാഴ്ച ആരാധനയ്ക്കിടയിൽ അച്ഛൻ വീണ്ടും എൻ്റെ പേര് വിളിച്ച് പറയുക, ജിത്തു എന്ന വ്യക്തിയോട് ദൈവം ശക്തമായി പ്രാർത്ഥിക്കാൻ പറയുന്നെന്ന് പറഞ്ഞു. തുടർന്ന് ഞാൻ കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ കൗൺസിലിങ്ങിലിരിക്കുന്ന ബ്രദർ എന്നോട് രോഗവിവരങ്ങളെക്കുറിച്ച് ചോദിക്കുകയും അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയും ഉണ്ടായിരുന്നു. കൗൺസിലർ എന്നോട് ചോദിച്ചു എന്താണ് രോഗത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഇനി പേടിക്കണ്ട, ഇവിടെ നിന്ന് എല്ലാ ഭക്ഷണവും ധൈര്യമായിട്ട് കഴിച്ചോ, ഒന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. അന്ന് തന്നെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അവർ ദമ്പതികളുടെ കൗൺസിലിംഗ് ഒരുമിച്ചായിരുന്നു. അവർ വേറെ ബ്രദറിൻ്റെ അടുത്ത് കൗൺസിലിംഗ് ചെന്നിരുന്നു. കൗൺസിൽ ചെയ്ത ബ്രദർ പ്രാർത്ഥിച്ചിട്ട് അവരോട് പറഞ്ഞു, മകൻ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് അവന് ഈ വയറുവേദന, അത് അവൻ തുറന്ന് കുമ്പസാരിക്കാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഞാൻ ചൊവ്വാഴ്ച കുമ്പസാരമെന്ന് കൂതാശ സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ ഞാൻ ഈ വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ കുമ്പസാരത്തിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അത് വിട്ടുപോയി. അത് കഴിഞ്ഞ് ബുധനാഴ്ച അച്ഛൻ്റെ ക്ലാസ്സിൽ
അച്ഛൻ വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് പറയുന്ന സമയത്താണ് എനിക്കിത് ഓർമ്മ വന്നത്. ഞാൻ മാൾട്ടയിലായിരുന്നപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് കുറച്ച് പേര് മുസ്ലിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവരുടെ പെരുന്നാളിൻ്റെ സമയത്ത് ഫുഡ് ലഭിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയി മുസ്ലിം പള്ളിയിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ എനിക്കത് അന്ന് തെറ്റാണെന്നൊന്നും അറിയില്ലായിരുന്നു. അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തോടു കൂടി അച്ഛൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനെ പോയി കാണുകയും അച്ഛൻ്റെ അടുത്ത് എനിക്കിങ്ങനെ കുമ്പസാരിക്കണം അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വ്യാഴാഴ്ചയാണ് കുമ്പസാരം. പക്ഷേ എനിക്കിതിനെക്കുറിച്ചൊന്നും അച്ഛനോട് പറയാൻ പറ്റിയില്ല. ബുധനാഴ്ചത്തെ വൈകിട്ടുള്ള ആരാധനയ്ക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് ചോദിച്ചു, മാതാവ് എല്ലാവരെക്കുറിച്ചും പറയുന്നത് എന്താ എന്നെക്കുറിച്ചൊന്നും പറയാത്തത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ബ്രദർ വിളിച്ച് പറഞ്ഞു, എന്നെക്കുറിച്ചൊന്നും അവൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് കർത്താവ് ചോദിക്കുകയാണ്, മുസ്ലിം പള്ളിയിൽ പോയി അവിടുത്തെ ഭക്ഷണം കഴിക്കുകയും അവിടുത്തെ ആചാരങ്ങൾ നോക്കി നിൽക്കുകയും ചെയ്ത് നിന്നോട് ഞാൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. അപ്പോൾ തന്നെ ഞാൻ അനുദപിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ഞാനിത് നാളെ കുമ്പസാരത്തിൽ പറയാനിരിക്കുന്നതാണ്, എന്നോട് മാപ്പാക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ബ്രദർ വിളിച്ച് പറഞ്ഞു, കുടലിൽ തൊലി പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്, നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തുടർന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാഫേലച്ചൻ അപ്പോൾ അതിനുശേഷം വിളിച്ചു പറഞ്ഞു, ആമാശയത്തിൽ നീർക്കെട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു, നന്നായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കൂടാതെ ഞാൻ ചൊവ്വാഴ്ച തുടങ്ങി ഞാൻ വെഞ്ചരിച്ച തേനും ഒലിവ് ഓയിലും കഴിച്ചിരുന്നു. ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി തന്നെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ഞാൻ ചൊവ്വാഴ്ച തുടങ്ങി എല്ലാ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ബീഫ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നോട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നിയന്ത്രണം പറഞ്ഞത് ബീഫിനാണ്. ബീഫ് ഒരു കാരണവശാലും തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഞാൻ എല്ലാ ഭക്ഷണവും കഴിച്ചു, ബീഫ് മാത്രം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വ്യാഴാഴ്ച കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ബീഫും പൊറോട്ടയായിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ധ്യാനത്തിന് വന്നിരുന്നു. സാധാരണ എനിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വയറുവേദനയൊക്കെ ഉണ്ടാവാറുള്ളതാണ്. ഒരു ചൊവ്വാഴ്ച വരേക്കും എനിക്കത് ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്കത് ഫീൽ ചെയ്തിരുന്നില്ല. അപ്പോൾ തുടർന്ന് ഞാൻ വ്യാഴാഴ്ച ബീഫ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇതുവരെ എനിക്കൊരു കുഴപ്പമില്ല, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് ഒരു അസ്വസ്ഥതയോ ഒന്നും തോന്നിയിരുന്നില്ല. ഇപ്പോൾ എനിക്ക് എന്ത് ഭക്ഷണവും കഴിക്കാം. സാധാരണ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വയറുവേദനയും ടോയ്ലറ്റ് പോക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല, എന്തും കഴിക്കാം, തീരെ വയറുവേദനയില്ല, ടോയ്ലറ്റിൽ പോകുന്ന ആവശ്യമേ ഒന്നുമില്ല. ഇത്രയേറെ അനുഗ്രഹം തന്ന ദൈവത്തിന് 1000 നന്ദി. യേശുവേ നന്ദി. യേശു പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലർക്കും അനുഭവവേദിയായിട്ടുണ്ട്. അത് തിരിച്ചറിയുമ്പോൾ ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ച് ഇവിടുത്തെ ഓഫീസിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് കിട്ടിയ ആ വലിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ശനിയാഴ്ചയുടെ ഏകദിന ബൈബിൾ കൺവെൻഷന് സാക്ഷ്യം പറയാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുക. ഒട്ടും വരാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലുള്ളവർ മാത്രം വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ദൈവം കർത്താവ് ഈ കൊച്ചു ശുശ്രൂഷയിലും നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച് യേശുവേ കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ.